ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞ് സ്മൈലി കീ ചെയിൻ ഒരു ബാക്ക് ചാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. ഇതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാജിക്കൽ സർക്കിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കൊടുക്കണം. ഇനി 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം. 1 2. ഇപ്പോൾ 2 ചെയിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കിളിൻ്റെ അകത്തേക്ക് നമുക്ക് 12 ഡബിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡബിൾ ക്രോഷി, സെക്കൻഡ് ഡബിൾ ക്രോഷി, തേർഡ് ഡബിൾ ക്രോഷി, ഫോർത്ത് ഡബിൾ ക്രോഷി, ഫിഫ്ത്ത് ഡബിൾ ക്രോഷി, സിക്സ്. ഇപ്പോൾ നമ്മൾ 6 ഡബിൾ ക്രോഷി ചെയ്തു. ഇനി 6 ഡബിൾ ക്രോഷും കൂടി ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. 12 ഡബിൾ ക്രോഷി ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്ത് 2 ചെയിൻ കൂടാതെ 12 ഡബിൾ ക്രോഷി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിൻ്റെ മേലേക്കല്ല, ഈ ഡബിൾ ക്രോഷി സ്റ്റിച്ചിൻ്റെ മുകളിലത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൗണ്ട് സ്ലിപ്പ് നോട്ട് ഇടുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത് 2 ചെയിൻ്റെ മേലേക്കല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്ത് ഡബിൾ ക്രോഷി സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ 12 ഡബിൾ ക്രോഷി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിൻ കൂടാതെ കേട്ടോ. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യുക. അതിനായിട്ട് 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 ചെയിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്ത അതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷി ചെയ്യാണ്. ഫസ്റ്റ് ഡബിൾ ക്രോഷി, ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷി ചെയ്യുന്നത് ഇതേ സ്റ്റിച്ചിലേക്ക് തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ഡബിൾ ക്രോഷി, ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് 2 ഡബിൾ ക്രോഷി ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷി, സെക്കൻഡ് ഡബിൾ ക്രോഷി, ഇപ്പോൾ 2 ഡബിൾ ക്രോഷി നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷി ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷി, സെക്കൻഡ് ഡബിൾ ക്രോഷി, ഈ സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ടും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഈ പാറ്റേണിൽ മുഴുവനായിട്ടും ചെയ്തെടുത്താൽ ടോട്ടലി നമുക്ക് 24 ഡബിൾ ക്രോഷി സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവും. എല്ലാ സ്റ്റിച്ചിലേക്കും നമ്മൾ 2 ഡബിൾ ക്രോഷിയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പാറ്റേണിൽ നമുക്കിത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത് 2 ചെയിൻ കൂടാതെ 24 ഡബിൾ ക്രോഷി ഉണ്ടോ എന്ന് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇനി ഈ റൗണ്ട് സ്ലിപ്പ് നോട്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിനിൻ്റെ മേലേക്കല്ല, അത് കഴിഞ്ഞിട്ട് ചെയ്ത ഡബിൾ ക്രോഷി സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ സ്ലിപ്പ് നോട്ടിട്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 2 ചെയിൻ ചെയ്ത് കൊടുത്ത ഇതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷി ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷി, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റിച്ചിലേക്കല്ല, ഈ സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യാണ്.
ഫസ്റ്റ് ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടി ആ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. സെക്കൻഡ് ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മൾ ചെയ്യുന്നത് 2 ഡബിൾ ക്രോഷയാണ്. ഈ റൗണ്ട് മുഴുവനായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഫസ്റ്റ് ചെയിനിലേക്ക് 1 2 1 2. ഈ പാറ്റേണിൽ ഈ റൗണ്ട് മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത് ഇവിടെ എത്തിയിട്ട് ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 2. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 റൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ടോട്ടലി 36 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന്. നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിൻ കൂടാതെ 36 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇത് സ്ലിപ്പ് നോട്ട് ഇട്ട് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ സെക്കൻഡ് റൗണ്ടിലും ഫസ്റ്റ് റൗണ്ടിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ 2 ചെയിൻ്റെ മേലേക്കല്ല, അത് കഴിഞ്ഞിട്ട് ചെയ്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ മുകളിലത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് കംപ്ലീറ്റ് ആക്കുക. ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വർക്ക് നമുക്ക് മുഴുവനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് തന്നെ നമ്മളത് പാർട്ട് 2 ആക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഈ കാണുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.